അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഇഫ്കിന്റെ സംഭവമാണ്. അതിന്റെ ചരിത്രം ചുരുങ്ങിയ രീതിയിൽ നമ്മൾ വിവരിച്ചു. ഇനി നമുക്ക് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി അവിടെ നിന്നാണ് തുടങ്ങാനുള്ളത്. അതിന്റെ തഫ്സീറിൽ ഈ ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട്. നമുക്കാദ്യം ആ ചരിത്രം ഒന്ന് പറയാം. ഖാലത്ത് ആയിഷ ബി പറയുന്നു, കണ്ടോ, ബൽ ഹുവ ഖൈറുൽ ലക്കും എന്ന ആയത്തിന്റെ തഫ്സീർ. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ നമുക്ക് പറയാം. ഇന്നല്ലദീന ജാഊ, നിശ്ചയം യാതൊരുത്തര്. എങ്ങനത്തെ ഒരുത്തര്? ജാഊ ബിൽ ഇഫ്കി, ജാഊ അവർ കൊണ്ടുവന്നു, ബിൽ ഇഫ്കി ഐ അസ്വഇൽ കദിബി, കളവിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട കളവ്, അലാ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ മേല് അതി ഗൗരവപ്പെട്ട കളവ് പറഞ്ഞതായ കൊണ്ടുവന്ന ആളുകളാകുന്നത്. എങ്ങനെയാണ് അവര് മോശപ്പെട്ട കളവ് പറഞ്ഞത്? ബിഖദ്ഫിഹ, ആയിഷ ബീവിയെ അവര് ഖദ്ഫ് പറഞ്ഞുകൊണ്ട്. അങ്ങനത്തെ ആളുകളാകുന്നത് ഉസ്ബത്തും മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടരാണ്. ജമാഅത്തും മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ചെറിയ സംഘമാണത്. ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ 10 മുതൽ 40 വരെ അംഗങ്ങളുള്ള സംഘത്തിനാണ് ഉസ്ബത്ത് എന്ന് പറയുക. സാധുക്കളായ ചില മുഅ്മിനീങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇത് ഓതി ഉറപ്പിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അവനും മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലൂടെ നടക്കുന്നവൻ തന്നെയാണ്, മുനാഫിക്കാണ്, കപടനാണ്, പക്ഷെ അവൻ പുറത്ത് വിശ്വാസിയാണല്ലോ. കാലത്ത് ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ആയിഷ ബീവി എണ്ണീട്ടുണ്ട് അവരെ. ഹസ്സാൻ ഇബ്നു സാബിത്തിൻ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല്, മിസ്തഹ്, ഹംന ബിൻത്ത് ജഹ്ഷ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിലകപ്പെട്ടത്. അവരാണ് ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയത്. ലാ തഹ്സബൂഹു അയ്യുഹൽ മുഅ്മിനൂന ഗൈറുൽ ഉസ്ബ, ഈ വ്യഭിചാരോപണം നടത്തിയതായ ഖാദിഫീങ്ങൾ, ഖദ്ഫ് പറഞ്ഞ ഖാദിഫീങ്ങൾ അല്ലാത്ത, ആ സംഘമല്ലാത്ത മുഅ്മിനീങ്ങളെ ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ പുരാതി പറയാത്ത മുഅ്മിനീങ്ങളായ ആളുകളെ, അല്ലെങ്കിൽ ഇവിടെ ഖിതാബ് ആയിഷ ബീവിയോടും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനോടും നബി തങ്ങളോടും സിദ്ദീഖുൽ അക്ബർ തങ്ങളൊക്കെയാണ് ഇവിടെ മുഖാത്തബീങ്ങൾ. നിങ്ങൾ ആ സംഭവത്തെ വിചാരിക്കണ്ട, ശർറൻ ലക്കും, നിങ്ങൾക്ക് ഷർറാണ്, അത് ഷർറായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ ഹുവ ഖൈറുൽ ലക്കും, മറിച്ച് ഈ ഇഫ്കിന്റെ സംഭവം, ഈ ആരോപണത്തിന്റെ സംഭവം ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറാണ്. എന്തുകൊണ്ട് ഇത് ഖൈറാണെന്ന് പറയാൻ കാരണം? യഅ്ജുറുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകും. ബിഹി, ഇതിന്റെ കാരണം കൊണ്ട്, ഇതിൽ ക്ഷമിച്ചതിന്റെ പേരിൽ. വയുദ്ഹിറു ബറാഅത്ത് ആയിഷ, ആയിഷ ബീവിയുടെ ബറാഅത്ത് അല്ലാഹു തആല, നിരപരാധിത്വം അല്ലാഹു തആല വെളിവാക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവിയുടെ ഇമേജ് ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. അതുപോലെ വമൻ ജാഅ മഅഹ, ആയിഷ ബീവിയുടെ കൂടെ വന്ന ആളുടെയും നിരപരാധിത്വം, സുഫ്വാൻ റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ നിരപരാധിത്വം, മിൻഹു, ഈ സിനയെ തൊട്ടുള്ള നിരപരാധിത്വം അല്ലാഹു തആല വെളിവാക്കിക്കൊണ്ടും, അല്ലാഹു തആല നിങ്ങൾ ഈ സംഭവത്തിൽ 1 മാസത്തോളം പ്രയാസപ്പെട്ട് ക്ഷമിച്ചതിന്റെ പേരിൽ, ഈ മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചതുകൊണ്ട് പ്രതിഫലം നൽകിക്കൊണ്ടും, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും, ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 18ഓളം ആയത്തിറങ്ങിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കിതൊരു ഖൈറാണ്. ആരാണ് ആയിഷ ബീവിയുടെ കൂടെ വന്നത്? വഹുവ സഫ്വാൻ റളിയല്ലാഹു അൻഹ. ഫഇന്നഹ ഖാലത്ത്, കാരണം ആയിഷ ബീവി പറഞ്ഞു, കുൻതു മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ കിസ്സ, ചരിത്രം. ഞാൻ നബി തങ്ങളോട് കൂടെയായിരുന്നു. ഫീ ഗസ്വത്തിൻ, ഒരു യുദ്ധത്തിൽ ഞാൻ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ബഅദമാ ഉൻസിലൽ ഹിജാബു, ഹിജാബിന്റെ ആയത്ത് അവതരിക്കപ്പെട്ടതിന് ശേഷം, ഹിജാബിന്റെ ആയത്ത്
ഹിജാബ് ഇറക്കപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഹിജാബിന്റെ ആയത്ത്. അഥവാ ഇസ്ലാമിന്റെ ആദ്യകാലത്തൊന്നും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നതിനൊന്നും വിലക്കില്ലായിരുന്നു. വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് എന്ന ആയത്താണ് ഹിജാബിന്റെ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ആയത്തോട് കൂടെയാണ് പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം കാണാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നത്. ഈ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ തങ്ങളോട് കൂടെ ഒരു യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫറഗ മിൻഹ, തങ്ങൾ ആ യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു, ഞങ്ങളും വിരമിച്ചു. വറജ, തങ്ങൾ മടങ്ങി, കൂടെ ഞങ്ങളുണ്ട്. വറജ, തങ്ങൾ മടങ്ങി. വദന മിനൽ മദീന, ഏകദേശം മദീനയുടെ അടുത്തെത്തി. ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ആദന, തങ്ങൾ അറിയിച്ചു ബിർ റഹീൽ, യാത്ര തുടരാൻ വേണ്ടി അനൗൺസ്മെന്റ് ചെയ്തു. ലൈലത്തൻ, ഒരു രാത്രിയിൽ യാത്ര തുടരാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചു. ഫമശീതു, ഞാൻ അല്പം അകലേക്ക് നടന്നുപോയി. വ ഖളൈതു ശഅനി, ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ച് നിർവഹിച്ചു. വ അഖ്ബൽതു, ഞാൻ തിരിച്ച് മുന്നിട്ട് വന്നു, മടങ്ങി വന്നു. ഇല റഹ്ലി, എന്റെ ഒട്ടക കൂടാരത്തിലേക്ക്, ഒട്ടകത്തിന്റെ അടുത്തേക്ക്. നോക്കുമ്പോ പെട്ടെന്ന് ഫുജായിയായതാ, പെട്ടെന്ന് തന്നെ ഇഖ്ദി, എന്റെ മാല ഇൻഖത, മുറിഞ്ഞു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. വഹുവ, ഇഖ്ദ് എന്ന് പറഞ്ഞാൽ ബികസ്രിൽ മുഹ്മല, പുള്ളിയില്ലാത്ത ഐനിക്ക് കസർ, മുഹമ്മലത്താണ് പുള്ളി ഇല്ലാത്തത്. ഐനാണെങ്കിൽ മൊയ്ജമത്ത്, പുള്ളി ഉള്ളത് എന്നാ പറയാ. ഇഖ്ദ് എന്നാണ് വായിക്കേണ്ടത്. അൽ ഖിലാദത്തു, മാല എന്നാണ് അർത്ഥം. ഫറജഅതു അൽതമിസുഹു, ഞാൻ അതിനെ ഇൽത്തിമാസ് ചെയ്തുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, പരതിക്കൊണ്ട് ഞാൻ ഖളാഉൽ ഹാജത്തിന് വേണ്ടി പോയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. വഹമലു, ആ യാത്രാസംഘം അവര് ചുമന്നു ഹൗദജി, എന്റെ ഒട്ടകക്കൂടാരം. ഹൗദജ് എന്ന് പറഞ്ഞാൽ ഒട്ടകക്കൂടാരം. അത് അവരെടുത്തു, ഒട്ടകപ്പുറത്ത് വെച്ചു. ഹൗദജ് എന്ന് പറഞ്ഞാൽ ഹൗദജ് ആവുന്നത് ഒരു കൂടാരം, ഒന്ന് യർക്കബു ഫീഹി, അതിലാണ് യാത്രക്കാരൻ യാത്ര ചെയ്യുക. അങ്ങനെ യാത്രക്കാരൻ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒട്ടക കൂടാരത്തിനിക്ക ഹൗദജ് എന്ന് പറയുക. അത് അവരെടുത്തു വെച്ചു. എവിടെ? അലാ ബഈരി, എന്റെ ഒട്ടകപ്പുറത്ത് വെച്ചു. യഹ്സബൂനനി, അവരെന്നെ വിചാരിക്കുന്നത് ഫീഹി, ഞാൻ ആ ഒട്ടകക്കട്ടിലിന്റെ അകത്തുണ്ടെന്നാണ്. അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്, വെയിറ്റ് ഒന്നും അറിയില്ല എന്നുള്ള സംശയം ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. വക്കാനത്തിൻ നിസാവു, അക്കാലത്ത് സ്ത്രീകളായിരുന്നു. ഖിഫാഫൻ, മെലിഞ്ഞിട്ടായിരുന്നു. ഇന്നമായ യഅ്കുൽനൽ ഉൽഖ, കാരണം എന്താ? ഇന്നമായ യഅ്കുൽന, നിശ്ചയം ആ സ്ത്രീകൾക്ക് കഴിക്കാൻ കിട്ടുക അൽ ഉൽഖത്ത, വളരെ നിസ്സാരമായ കുറഞ്ഞ ഭക്ഷണമാണ്. അതന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന്. ഉൽഖത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ബി ലമ്മിൽ മുഹ്മല, പൊള്ളിയില്ലാത്ത ഐനിക്ക് ലൊമ്മ്, വസുക്കൂനി ലാമി, ലാമിനിക്ക് സുക്കൂനി, ഉൽഖത്ത് മിന ത്വആമിൽ അൽ ഖലീൽ എന്നർത്ഥം. ഇന്നമായ യഅ്കുൽനൽ ഉൽഖത്ത് മിന ത്വആം, ത്വആമിൽ നിന്നും ഉൽഖത്ത് എന്ന് പറഞ്ഞാൽ കലീൽ, കലീലായ കുറഞ്ഞ ഭക്ഷണം മാത്രമേ അന്ന് സ്ത്രീകൾക്ക് കഴിക്കാൻ കിട്ടാറുള്ളൂ. പട്ടിണിയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ മെലിഞ്ഞിട്ട, ചെറിയ കുട്ടിയാണെന്നും പറഞ്ഞല്ലോ. വജത്തു, ഏതായാലും ഞാന് കണ്ടെത്തി, എത്തിച്ചു. ഇഖ്തി, എന്റെ മാല ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. വജിത്തു ബഅദമാ സാറു, ഈ സംഘമൊക്കെ പോയതിനു ശേഷം, യാത്ര തുടർന്നതിന് ശേഷമാണ് ഞാന് മാലയും തേടിപ്പിടിച്ച് തിരിച്ചു വരുന്നത്. വജിത്തു, ഞാൻ ഈ ഒട്ടകക്കട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നു. ബഅദമാ സാറു, അപ്പോഴേക്ക് അവർ പോയിട്ടുണ്ട്. അവർ പോയതിനു ശേഷം ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ മാല അന്വേഷിച്ച് പോയ ആ സമയത്താണ് ഇവർ ഞാൻ ഇതിന്റെ അകത്തുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് അവർ പോകുന്നത്. ഫജലസ്തു ഫിൽ മൻസിൽ ഇല്ലദീ കുന്തു ഫീഹി, ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വാഹനം നിർത്തിയപ്പോ എവിടെയാണോ ഇരുന്നിരുന്ന് ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. വദനന്തു, ഞാൻ മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചു, അന്നൽ ഖൗമ, ജനങ്ങള് സയഫ്കിദൂനനി, അവരെന്നെ മിസ് ചെയ്തതായിട്ട് മനസ്സിലാക്കും. ഫയർജിഊന ഇലയ്യ, എന്നിലേക്ക് എന്നെ അന്വേഷിച്ച് തിരിച്ചു വരും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ വേറെ എവിടെയും പോയില്ല. ഫഗലബത്നി ഐനായ, എന്റെ 2 കണ്ണുകൾ എന്നെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുകളെ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. കൺപോളകൾ അടഞ്ഞു, ഞാൻ ഉറങ്ങി. ഫനിംതു. വകാന സൊഫ്വാൻ റളിയല്ലാഹു ആയിരുന്നു. ഖദ് അർറസ മിൻ വറാഇൽ ജയ്സി, അദ്ദേഹം ഈ ജയ്ഷിന്റെ പിറകിലായിട്ട് രാത്രിയുടെ അവസാനത്തിൽ യാത്ര അവസാനിപ്പിച്ചിരുന്നു. ജയ്ഷിന്റെ കൂടെ വന്നിട്ടില്ല. അങ്ങനെ ഫദ്ദലജ, അദ്ദേഹം രാത്രിയുടെ അവസാന സമയം യാത്ര അവസാനിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അർറസ ഫദ്ദലജ, രാത്രിയുടെ അവസാനത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അപ്പോഴേക്ക് കൗമ് മുൻപിലെത്തിയിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞുവല്ലോ.
ഹുമ ഈ അറസ എന്നതും ഇദ്ദലജ എന്നതും ഈ രണ്ട് ഫീലുകളെ മുഫസ്സിർ റഹ്മത്തുള്ളാഹി വിവരിക്കുന്നു. ബിതശ്ദീദി റാഇ അറസ റാഇനിക്ക് ഷദ്ദ് വദ്ദാലി ഇദ്ദലജ ദാലിനിക്കും ഷദ്ദ് ഉണ്ട്. എന്താണ് അർത്ഥം? ഐ നസല മിൻ ആഖിരിൽ ലൈലി. അറസ എന്ന് പറഞ്ഞാൽ നസല മിൻ ആഖിരിൽ ലൈലി, രാത്രിയുടെ അവസാനം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങി, ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. ലിൽ ഇസ്തിറാഹ, റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഫസാറ മിൻഹു, ഇതാണ് ഇദ്ദലജയുടെ അർത്ഥം. അങ്ങനെ രാത്രിയുടെ അവസാനത്തിൽ തന്നെ റെസ്റ്റ് എടുത്തിട്ട് യാത്ര തുടരുന്നതിനിക്ക് ഇദ്ദലജ എന്ന് പറയുക. അങ്ങനെ അദ്ദേഹം രാത്രിയുടെ അവസാനം അല്പനേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് പിന്നെ യാത്ര തുടരുകയാണ്. അദ്ദേഹം കൗമിന്റെ വറായിലാണ്, പിന്നിലാണുള്ളത്. ജയ്ഷ് മുൻപിലാണ്. ഈ ജയ്ഷ് പോയി ഞാനിവിടെ കിടന്ന് ഉറങ്ങാണ്. അസ്ബഹ ഫി മൻസിലിഹി, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മൻസിൽ എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം വരുമ്പോ ഫറഅ സവാദ ഇൻസാനിൻ നായിമിൻ, ഒരു ഉറങ്ങുന്ന മനുഷ്യന്റെ ഒരു കറുപ്പ് ഇങ്ങനെ കണ്ടു. അതായത് ഒരാൾ അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് അകലെ നിന്ന് കണ്ടു. ഐ ഷഖ്സഹു, ഒരു വ്യക്തിയുടെ ശരീരത്തെ കണ്ടു. കണ്ടപ്പോ നോക്കുമ്പോ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. ഫഅറഫനി, അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. ഹീന റആനി, കണ്ട മാത്രയിൽ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു. കാരണം വകാന യറാനി ഖബലൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു എന്നെ കണ്ടിട്ടുണ്ട്. ഫസ്തൈഖൽതു, ഞാൻ ഉറങ്ങാണല്ലോ, പെട്ടെന്ന് ഞാൻ ഉണർന്നു. ബിസ്തിർജാഇ, അദ്ദേഹം ഇസ്തിർജാ നടത്തിയത് കേട്ടിട്ട് ഞാൻ ഉണർന്നു, ഇസ്തിർജാ കാരണം കൊണ്ട്. എപ്പോഴാണ് ഇസ്തിർജാ നടത്തിയത്? ഹീന അറഫനി, അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്തിർജാ നടത്തി. ഇസ്തിർജാ നടത്തുക എന്ന് പറഞ്ഞാൽ ഐ ഖൗലിഹി, അദ്ദേഹം പറഞ്ഞ സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിന്റെ വേറെ ഇസ്തിർജാ. ഏത് മുസീബത്ത് വരുമ്പോഴും ഇസ്തിർജാ ചൊല്ലൽ സുന്നത്താണ്. സാധാരണ നമ്മൾ മരിച്ചു എന്ന് കേട്ടാലാണ് ഇസ്തിർജാ ചൊല്ലാറുള്ളത്. മുഅ്മിനായ മനുഷ്യനിക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇസ്തിർജാ ചൊല്ലണം, സുന്നത്താ. അപ്പൊ ആയിഷ ബീവി വഴി തെറ്റിയല്ലോ, യാത്രാസംഘത്തെ തൊട്ട് പിന്തിയല്ലോ, ഇത് വല്ലാത്തൊരു മുസീബത്തായല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്നാലില്ലാഹി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്നാലില്ലാഹി ചൊല്ലുന്നത് കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത്. ഫഖമർതു വജ്ഹി, ഞാൻ എന്റെ മുഖം മറച്ചു. ബിൽ ജിൽബാബി, എന്റെ ഷാള് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുഖമൊക്കെ മറച്ചു. ഐ ഒത്തൈതുഹു ബിൽ മലാഅ, ബിൽ മുലാഅ രണ്ടും വായിക്കാം. എന്റെ ഒരു വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഞാൻ എന്റെ മുഖം പൊത്തി. ഒത്തൈത്തു എന്ന് പറഞ്ഞാൽ മറച്ചു, മൂടി, പൊത്തി എന്നൊക്കെയാണ് അർത്ഥം. വല്ലാഹി, അള്ളാഹുവാണ്, മാ കല്ലമനി ബി കലിമത്തിൻ, ആ സൊഫ്വാൻ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. വലാ സമീഅതു മിൻഹു, ആ സൊഫ്വാനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുമില്ല. ഗൈറ ഇസ്തിർജാഇ, അദ്ദേഹം ആ ഇസ്തിർജാ ഇന്നാലില്ലാഹി ചൊല്ലിയതല്ലാതെ ഞാൻ കേട്ടിട്ടുമില്ല. ഹീന അനാഖ റാഹിലത, അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുത്തിക്കുന്ന സമയത്ത് ഇസ്തിർജാ ചൊല്ലിയതല്ലാതെ ഞാനൊന്നും കേട്ടിട്ടുമില്ല. വവതിഅ, സൊഫ്വാൻ റളിയല്ലാഹു അൻഹു ചവിട്ടി, അല യദിഹ, ഒട്ടകത്തിന്റെ കയ്യിന് ചവിട്ടി. അഥവാ ഒട്ടകത്തെ മുട്ടുകുത്തിപ്പിച്ച് എനിക്ക് കയറാൻ അവസരം ഒരുക്കി തന്നു ഒട്ടകപ്പുറത്ത്. അപ്പോ ഞാൻ കയറുന്ന സമയത്ത് ഒട്ടകം എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചിട്ടുള്ള മുട്ടുകുത്തിയിരിക്കുന്ന ഒട്ടകത്തിന്റെ ആ മുട്ടിന്മേൽ, മുൻപത്തെ കാലിന്മേൽ, അതിനാ കൈ എന്ന് പറയുന്നത്, ആ കയ്യുമേ അദ്ദേഹം ചവിട്ടി പിടിച്ചു. ഒട്ടകത്തിന്റെ കാല് ചവിട്ടി പിടിച്ചു. ഞാൻ ഫറക്കിബ്തുഹ, ആ ഒട്ടകപ്പുറത്ത് ഞാൻ കയറി. ഫൻതൊലക, സൊഫ്വാൻ പോയി. യഖൂദ് ബി, എന്നെയും കൊണ്ട് അദ്ദേഹം നയിക്കുന്നവരായിട്ട് അറാഹിലത്ത, ആ വാഹനത്തെ. അപ്പൊ അദ്ദേഹം വാഹനത്തെ കടിഞ്ഞാണ് പിടിച്ചങ്ങനെ നടന്നു. ഒട്ടകപ്പുറത്തിരിക്കുന്നു. ഹത്ത അത്തൈനൽ ജയ്ഷ, ഞാൻ ഈ സംഘത്തിലേക്ക് ചെന്നെത്തി, ഞാനും സൊഫ്വാൻ എന്നവരും. ബഅദമാ നസലു, ആ സൈന്യം ഇറങ്ങിയതിനു ശേഷം, മൂഗിരീന ഫീ നഹ്രി ലഹീറ, ലഹീറത്തിന്റെ ആദ്യ സമയത്ത് അവര് ചൂട് കാരണം ഇറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അഥവാ ശരിക്ക് നേരം വെളുത്തിട്ടുണ്ട്, വെയിലൊക്കെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഞാനും സൊഫ്വാൻ എന്നവരും ഈ സൈന്യത്തിലേക്ക് വരുന്നത്. മൂഗിരീന എന്നത് ഐ മീൻ ഔഗറ യൂഗിറു എന്ന ഫീലിൽ നിന്നുണ്ടായതാ. അതിന്റെ അർത്ഥം വാഖിഈന ഫീ മക്കാനിൻ വഗ്രിൻ മിൻ ശിദ്ദത്തിൽ ഹർരി, അതിശക്തമായ ചൂട് കാരണം. വഗ്ർ എന്ന് പറഞ്ഞാലും ശിദ്ദത്തുൽ ഹർറ് തന്നെയാണ്. അപ്പൊ അതിശക്തമായ ചൂട് കാരണത്താൽ നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങുന്നതിനാണ് ഔഗറ എന്ന് പറയുക. അപ്പൊ മൂഗിരീന ബഅദമാ നസലു, അവരിറങ്ങിയതിനു ശേഷം മൂഗിരീന, അതിശക്തമായ കാലാവസ്ഥ കാരണത്താൽ, ചൂടുള്ള കാലാവസ്ഥ കാരണത്താൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അവരിറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. മൂഗിരീനക്ക് വാഖിഈന എന്ന ബഹുമാനപ്പെട്ട മുഫസ്സിർ റഹ്മത്തുള്ളാഹി എടുത്തത്. വഖഅ ഫീ അർളിൻ എന്ന് പറഞ്ഞാൽ
സോറഫിഹ വഖഫി ബലദിൻ, ഒരു നാട്ടിൽ വാക്കിയായി എന്ന് പറഞ്ഞാൽ സോറഫിഹി, ആ നാട്ടിലായി. അപ്പൊ അവര് ഇങ്ങനെ ചൂടുള്ള ഒരു നാട്ടിലെത്തിയപ്പോ, സ്ഥലത്തെത്തിയപ്പോ അവരവിടെ ഇറങ്ങി. അവരിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും അവരിലേക്ക് ചെന്നു ചേരുന്നത്. ഇതെല്ലാവരും കണ്ടു. കണ്ടപ്പോ ഫഹലക മൻ ഹലക ഫിയ, ഫഹലക നശിച്ചുപോയി, മൻ ഹലക ഫിയ എന്റെ കാര്യത്തിൽ, എന്റെയും സഫ്വാന്റെയും കാര്യത്തിൽ നശിച്ചു പോയ ആളുകളൊക്കെ നശിച്ചുപോയി. വകാനല്ലദീ തവല്ല കിബ്റഹു, ഈ ഒരു പുരാതിയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ഒരുത്തൻ, മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിൻ, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലായിരുന്നു. അവനാണ് ഇത് ഓതി വീർപ്പിച്ചതും ഇതിന്റെ സൂത്രധാരനും എല്ലാം. ഇങ്ങനെ ഒരു പരാതി പറഞ്ഞുണ്ടാക്കിയത്. ഇൻതഹ കൗലുഹ, ഇൻതഹ എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതനാണ് ഹംസയും ഹാ. ഇൻതഹ അവസാനിച്ചു, കൗലുഹ ആയിഷ ബിയുടെ കൗൽ അവസാനിച്ചു. റവാഹു ഷെയ്ഖാനി, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഇതാണ് സംഭവം. അല്ലാഹു തആല പറയുന്നു ലികുല്ലിംരിഇം മിൻഹും, ഈ ഉസ്ബത്തിൽപ്പെട്ട ആയിഷ ബീവിയെ കുറിച്ച് പുരാതി പറഞ്ഞു പരത്തിയതായ ആളുകളിൽപ്പെട്ട ഓരോരുത്തർക്കുമുണ്ട്. ലികുല്ലിംരിഇം മിൻഹും, അവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഐ അലിഹി, ഇലാമ് അലയുടെ അർത്ഥത്തിനിക്ക, അവരൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. മക്തസബ, അവർക്ക് കേടായിട്ട് അവരുടെ മേൽ ദൂഷ്യമായിട്ട് ഭവിക്കും. മക്തസബ, അവർ ചെയ്ത ഒന്ന്. എന്താണ് അവർ ചെയ്ത ഒന്ന്? മിനൽ ഇസ്മി, വമ്പിച്ച കുറ്റം. ഫീദാലിക്ക, ഈ വിഷയത്തിൽ അവർ ചെയ്ത വമ്പിച്ച കുറ്റം അവർക്കുണ്ടാവും, അഥവാ അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. വല്ലദീ തവല്ല കിബ്റഹു മിൻഹും, ആ കൂട്ടത്തിൽ നിന്ന് ഇതിന്റെ ചുക്കാൻ പിടിച്ചവൻ, തവല്ല ഏറ്റെടുത്തവൻ, കിബ്റഹു ഇതിന്റെ ഭൂരിഭാഗം വിഷയങ്ങളും ഏറ്റെടുത്തവൻ, ഐ തഹമ്മല മുഅ്ലമഹു, ഇതിൽ മുഅ്ലമും ഏറ്റെടുത്ത ഒരുത്തനാകുന്നത്. ലഹു അദാബുൻ അലീം, അവനിക്ക് മറ്റുള്ളവരെക്കാളും അതികഠിനമായ അദാബ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല. തഹമ്മല മുഅ്ലമഹു ഫബദഅ, അങ്ങനെ അവൻ തുടങ്ങി ബിൽ ഖൗലി ഫീഹി, ഈ ഇഫ്കിന്റെ വിഷയത്തിൽ പ്രവേശിക്കാൻ തുടങ്ങി. വ അശാഅഹു, അവൻ ആ സംഭവത്തെ അങ്ങ് വ്യാപിപ്പിച്ചു, പരത്തി. വഹുവ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ, മുനാഫിക്കുകളുടെ നേതാവാ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമായിട്ട് ഇസ്ലാം ചമഞ്ഞുകൊണ്ട് നടക്കുന്നവനാ. അല്ലാഹു തആല പറയുന്നു ലഹു അദാബുൻ അലീം, അവനിക്ക് അതികഠിനമായ ഗൗരവപ്പെട്ട ശിക്ഷയുണ്ട്. ഹുവന്നാറു ഫിൽ ആഖിറ, ആഖിറത്തിൽ നരകം. ബാക്കിയുള്ള ആളുകൾക്കും അവർ ചെയ്തതിന്റെ കുറ്റങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇനി ലൗല ഇത് സമീഅതുമുഹു, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലാഹു തആല ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.